മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് റെഫ്യൂസ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, റെഫ്യൂസ് ഡിസ്പോസൽ. അപ്പൊ എന്താണ് റെഫ്യൂസ് എന്ന് പറയുന്നത്? എന്താ ഡിസ്കാർഡഡ് വേസ്റ്റ് മാറ്റർ. ഓക്കെ, അതായത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള, ഉപേക്ഷിച്ചിട്ടുള്ള ഏതൊരു മാലിന്യ വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? റെഫ്യൂസ് എന്ന് പറയാം. ഓക്കെ, ദ ടേം സോളിഡ് റെഫ്യൂസ് ഈസ് അപ്ലൈഡ് ടു റെഫ്യൂസ് ഫ്രം ഹൗസസ്, സ്ട്രീറ്റ് സ്വീപ്പിംഗ്സ്, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. ഓക്കെ, ഇനി സോളിഡ് റെഫ്യൂസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ തെരുവുകൾ വൃത്തിയാക്കുന്നത് വഴിയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പരമായിട്ടോ വ്യാവസായികപരമായിട്ടോ കൃഷി ആവശ്യങ്ങൾക്കോ മറ്റും യൂസ് ചെയ്തിട്ടുള്ള അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിഡ് റെഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഫ്യൂസിന്റെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ചിലപ്പോൾ 1 മാർക്കിന് നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, എന്താ? ഡിസ്കാർഡഡ് വേസ്റ്റ് മാറ്റർ. ഇനി ഈ റെഫ്യൂസ് മൂലം നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഹസാർഡ്സ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? എന്തൊക്കെയാ? നമുക്ക് തന്നെ അറിയാം. എവിടെയെങ്കിലും ചപ്പ് ചവറുകളൊക്കെ കൂടി കിടക്കുന്ന സ്ഥലത്ത് എന്ത് വരാം? ഈച്ചകൾ വരാം. ഓക്കെ, ഫ്ലൈ ബ്രീഡിങ്ങിനെ അത് എന്ത് ചെയ്യും? ഫേവർ ചെയ്യും. പിന്നെന്താടാ? ഇറ്റ് അട്രാക്ട് റാറ്റ്സ് ആൻഡ് വേമിങ്, അതായത് എലികളെയും മറ്റ് കീടങ്ങളെയൊക്കെ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അത് മാത്രമല്ല, എന്തുണ്ടാക്കും? വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കും. പിന്നെ എന്താണ്? നമുക്ക് പബ്ലിക്കിന്, നമുക്ക് തന്നെ അറിയാം, പരിസരം വൃത്തിയായി കിടന്നില്ല, ചപ്പ് ചവറുകൾ കൂടി കിടക്കുന്ന ഒരു സ്ഥലം, അത് നമുക്ക് കാഴ്ചക്ക് തന്നെ എന്താണ്? ഒരു അൺസൈറ്റി അപ്പിയറൻസും അതുപോലെ തന്നെ അത് പബ്ലിക്കിന് എന്തുമാണ്? ഒരു ന്യൂയിസൻസും ആണ്. അപ്പൊ റെഫ്യൂസ് കൊണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ റെഫ്യൂസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ അവിടെയൊക്കെ റെഫ്യൂസിനെ എങ്ങനെ മാനേജ് ചെയ്യും? നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ഹരിതകർമ്മ സേന എന്നും പറഞ്ഞ് ആൾക്കാർ വീട്ടിൽ വന്ന് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെയുള്ള വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ, ഇപ്പോ എല്ലാ വീടുകളിലും എന്ത് തന്നിട്ടുണ്ട്? ബിൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ആ ബിൻസിൽ എന്ത് ചെയ്യും? നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൽ ഇട്ട് വെക്കും. അപ്പൊ റെഫ്യൂസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ്. ഓക്കെ, നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ വീടുകളിലെ കാര്യം ആലോചിച്ചാൽ മതി. രണ്ടാമത് എന്ത് ചെയ്യണം? അതിനെ കളക്ട് ചെയ്യണം. ആരാണ് കളക്ട് ചെയ്യാൻ വരുന്നത്? നമ്മുടെ ഹരിതകർമ്മ സേനക്കാർ. അവര് മാസത്തിൽ ഒരിക്കൽ വന്ന് എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സ്റ്റോറേജ്. നമ്മൾ റെഫ്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. സെക്കൻഡ്, നമ്മൾ അതിനെ കളക്ട് ചെയ്യണം. ഈ കളക്ട് ചെയ്തിട്ട് ഹരിതകർമ്മ സേനക്കാർ എവിടെ കൊണ്ടുപോകും? MCF എന്നും പറഞ്ഞ് അവർക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ട് ഇവര് അതെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അവിടെ നിന്ന് ഓരോ കമ്പനികൾ വന്ന് എന്ത് ചെയ്യും? ഇത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ, അവരാണ് ലാസ്റ്റ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ്. ഓക്കെ, ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ്. അപ്പൊ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പേരാണ് ക്ലീൻ കേരള കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പൊ 3 സ്റ്റെപ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് റെഫ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സ്റ്റോറേജ്, കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? വേസ്റ്റ് സ്റ്റോർ ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കണം. കളക്ഷൻ എന്ന് പറയുന്നതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് തള്ളി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെത്തേഡ്സ് ഓഫ് ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ്. ഓക്കെ, ഇതിൽ ഒരു 6-7 മെത്തേഡ് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് മെത്തേഡ് എന്താടാ? ബേണിംഗ് ഓർ ഇൻസിനറേഷൻ. ഓക്കെ, ഈ ടേം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഏതിലാ? മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇൻസിനറേഷൻ എന്ന് പറയുന്ന ടേം. എന്താണ് ഇൻസിനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? ഇൻസിനറേറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മള് ഒരു സാധനത്തിനെ കത്തിച്ച് കളയുക, ബേൺ ചെയ്ത് കളയുക, അതാണ് എന്ത്? ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇൻസിനറേറ്റ് ചെയ്യുന്നത് നമ്മളെ എങ്ങനെയുള്ള വേസ്റ്റിനെ ആയിരിക്കും? എങ്ങനെയുള്ള വേസ്റ്റ്? നമുക്ക്
അത് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസിനറേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഏതാണ്, ഹോസ്പിറ്റൽ വേസ്റ്റ്. കാരണം എന്താ, അതെന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ്. ഓക്കെ, അതിനെ നമുക്ക് ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീയൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ യൂസ് ചെയ്ത എന്താണ് ഗ്ലൗസ് ആയാലും പ്ലാസ്റ്റിക്സ് ആയാലും അതൊക്കെ എന്താണ്, ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീയൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, കത്തിച്ച് കളയേ നിവർത്തിയുള്ളൂ. ഓക്കെ, അപ്പോ ആ ഒരു മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഇൻസിനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു റെഫ്യൂസിനകത്ത് സാൻഡോ ഡസ്റ്റോ മറ്റ് ഇനോർഗാനിക് മെറ്റീരിയൽ ലൈക്ക് പീസ് ഓഫ് ഗ്ലാസസ്, ടിൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ളത്, ആ ഒരു റെഫ്യൂസ് കത്തിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഒക്കെ കിടന്നാൽ എന്ത് പറ്റും, അവിടെ കിടന്നത് എക്സ്പ്ലോഡ് ചെയ്യും. ഇനി ഈ ഒരു ഇൻസിനറേഷന്റെ ഒരു ഡ്രോബാക്ക് എന്താടാ, റെഫ്യൂസ് ഈസ് എ ലോസ് ടു ദ കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ കത്തിച്ചു കളഞ്ഞാല് പിന്നെ നമുക്ക് ആ ഒരു റെഫ്യൂസ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ആ ഒരു റെഫ്യൂസ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിന്ന് എന്ത് ചെയ്തു, നമുക്ക് നഷ്ടപ്പെട്ടു, അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതാണ് ബേണിംഗ് ഓർ ഇൻസിനറേഷന്റെ ഒരു എന്തെന്ന് പറയുന്നത്, ഡിമെറിറ്റ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ് എന്ന് പറയുന്നത് ബേണിംഗ് ഓർ ഇൻസിനറേഷൻ. ഇനി സെക്കൻഡ് മെത്തേഡ് ഏതാ, ഡംപിങ്. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇൻസാനിറ്ററി മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ. നമ്മൾ റെഫ്യൂസ് ഡിസ്പോസ് ചെയ്യുന്നതിൽ മോസ്റ്റ് ഇൻസാനിറ്ററി ആയിട്ടുള്ള മെത്തേഡ്, അതായത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാ, ഡംപിങ്. ഡംപിങ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മള് ഈ എന്താ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാര് പകല് നേരം വെളുക്കുന്ന സമയത്ത് ഒരു കെട്ടുമായിട്ട് ഇറങ്ങും. ഓക്കെ, എന്താ, അവരെ വീട്ടിലുള്ള വേസ്റ്റ് വേറെ എങ്ങോട്ടെങ്കിലും വാഹനമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കാറിൽ കെട്ടി പൊതിഞ്ഞ് വേറെ ദൂരെ എവിടെയെങ്കിലും ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് എന്ത് ചെയ്യും, അവരിടും. അവരെന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് അവിടെ കൊണ്ട് അതിനെ നിക്ഷേപിക്കുന്നു, ഇടുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡംപിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇതിങ്ങനെ അവിടെ കൊണ്ട് ഇടുമ്പോഴത്തേക്കും ചിലപ്പോ അതെന്താ, ഇത് കെട്ടിക്കൊണ്ടിട്ടതായാലും ഇപ്പൊ തന്നെ നമുക്ക് അറിയാം എന്താ, ഡോഗ്സ് ഒക്കെ ഒരുപാടുള്ള കാലം. ഓക്കെ, അപ്പൊ അതൊക്കെ കടിച്ചു കീറി അത് ഓപ്പൺ ആയിട്ട് അതിൽ ഫ്ലൈസും മറ്റു റോഡൻസ് ഒക്കെ എന്ത് ചെയ്യും, അതിൽ വന്നിരുന്ന് അത് പബ്ലിക്കിന് എന്തുണ്ടാക്കും, ഒരു ന്യൂയിസൻസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് ഡംപിങ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലോ ലൈയിങ് ഏരിയാസ്, അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡംപിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അതിപ്പോഴും ഇൻസാനിറ്ററി ആണ്, പക്ഷെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ലോ ലൈയിങ് ഏരിയാസിൽ കൊണ്ടിടുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡംപ് ചെയ്യുന്ന സാധനങ്ങൾ എപ്പോഴും സിറ്റി ലിമിറ്റിന് പുറത്തായിരിക്കണം എന്നും പറയുന്നു. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വൺ വേർഡിന് പഠിക്കാം, പിന്നെ നമ്മൾ എസ്സേ എഴുതുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതണം. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡാണ് കൺട്രോൾഡ് ഡിപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താടാ, ഇസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ്സ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ. അതായത് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഏതാണ്, കൺട്രോൾഡ് ഡിപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്ററി ലാൻഡ്ഫിൽ. എന്താണ് അതെന്ന് പറയുന്നത്, അതായത് ഡംപിങ്ങിൽ നമ്മൾ വെറുതെ ചപ്പ് ചവറുകൾ കെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുഴി എടുത്ത് ഈ റെഫ്യൂസ് അതിനുള്ളിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണ് കൊണ്ട് മൂടും. അതാണ് എന്തെന്ന് പറയുന്നത്, സാനിറ്ററി ലാൻഡ്ഫിൽസ് അല്ലെങ്കിൽ കൺട്രോൾഡ് ഡിപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് 3 മെത്തേഡ് ആയിട്ടാണ്. ട്രെഞ്ച് മെത്തേഡ് ഉണ്ട്, റാമ്പ് മെത്തേഡ് ഉണ്ട്, ഏരിയ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതില് ട്രെഞ്ച് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലെവൽ ഗ്രൗണ്ട്, അതായത് നിരപ്പായ ഒരു സ്ഥലം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന സാനിറ്ററി ലാൻഡ്ഫിൽ ആണ് ഇത് ട്രെഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു വലിയ ട്രെഞ്ച്, ഒരു കുഴി എടുക്കും. ഓക്കെ, ഒരു 2-3 മീറ്റർ ഡെപ്തിലുള്ള ഒരു കുഴി എടുക്കും. അതിന്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു 4 to 12 മീറ്റർ ആയിരിക്കും. എത്ര എമൗണ്ട് വേസ്റ്റ് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ അതിന്റെ വിത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഇനി
എന്ത് ചെയ്യും, നമ്മൾ ഈ റെഫ്യൂസ് ഈ കുഴിക്കകത്തിട്ടിട്ട് അതിനെ എക്സ്കവേറ്റഡ് എർത്ത്, അതായത് കുഴിച്ചെടുത്ത മണ്ണ് വെച്ച് അതിനെ എന്ത് ചെയ്യും, കവർ ചെയ്യണം. ഓക്കെ, കവർ ചെയ്ത് ഇടണം. അപ്പൊ എന്ത് വെച്ചും നമുക്ക് ഫ്ലൈസിന്റെയോ മറ്റ് റോഡൻസിന്റെയോ ഒക്കെ ശല്യം എന്ത് ചെയ്യത്തില്ല, അതിലോട്ട് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്, മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇനി അവിടെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 1 acre of land per year will be required for 40,000 population. ഓക്കെ, 40,000 പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് 1 acre ലാൻഡ് ഒരു വർഷം വേണം ഇത്തരത്തിൽ റെഫ്യൂസ് ഡിസ്പോസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ട്രെഞ്ച് മെത്തേഡ് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്, ലെവൽ ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് റാമ്പ് മെത്തേഡ്. ഇവിടെയും പ്രൊസീജിയർ സെയിം ആണ്, പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് സ്ലോപ്പിംഗ്. നമുക്ക് തന്നെ റാമ്പ് എന്ന് പറയുമ്പോൾ എന്താ, ചെറിയൊരു സ്ലോപ്പ് പോലെ ചെറിയ ചരിവുള്ള സ്ഥലം, അതിനെ നമ്മൾ റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ റാമ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു നിലം അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ചെറിയ സ്ലോപ്പ് ഉള്ളത്, ചരിവുള്ളതായിരിക്കും. മെത്തേഡ് എല്ലാം നമ്മൾ ട്രെഞ്ച് മെത്തേഡിൽ പറഞ്ഞ പോലെ ഇത്ര ഡെപ്തിലെടുത്ത് മണ്ണ് വെച്ച് അത് ഇട്ടിട്ട് കുഴിച്ചു പോകും. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മണ്ണിൽ നാച്ചുറൽ ആയിട്ട് എന്ത് കാണും, ചില ഡിപ്രഷൻസും ക്വാറീസും ക്ലേ പിറ്റ്സ്, അതായത് മൺകുഴികളും എന്താ ക്വാറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഗർത്തം പോലത്തെ സാധനങ്ങൾ കാണും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ റെഫ്യൂസ് കൊണ്ടിട്ടിട്ട് അതിലെന്ത് ചെയ്യും, മഡ് വെച്ചിട്ട് 30 സെന്റിമീറ്റർ തിക്കിൽ മഡ് വെച്ച് അതിനെ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ സാനിറ്ററി ലാൻഡ്ഫില്ലിൽ എന്ത് ചെയ്താലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് അതിൽ എന്ത് ചെയ്യും, മണ്ണ് വെച്ച് അതിനെ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ, അപ്പോ ഈ സാനിറ്ററി ലാൻഡ്ഫിൽ ഈ ഒരു മെത്തേഡില് നമ്മള് എന്താ അവിടുത്തെ പ്രോസസ് എങ്ങനെ നടക്കുന്നു, എങ്ങനെയാ നടക്കുന്നത്, നമ്മൾ കുഴിച്ചു മൂടി മണ്ണ് വെച്ച് കവർ ചെയ്തു. അപ്പൊ അവിടെ എന്തിന്റെ പ്രസൻസ് വരുന്നില്ല, ഓക്സിജൻ വരുന്നില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്തായിരിക്കും, അണൈറോബിക് ഡൈജഷൻ. ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്ന ഡൈജഷൻ ആണ് അണൈറോബിക് ഡൈജഷൻ. അപ്പൊ ഇവിടെ നടക്കുന്നത് അണൈറോബിക് ഡൈജഷൻ ആണ്. അപ്പോ ഒരു 7 ദിവസം ഇങ്ങനെ നമ്മൾ മണ്ണൊക്കെ വെച്ച് മൂടി എന്താ റെഫ്യൂസ് അതിൻ്റെ അകത്ത് കിടക്കുക. അപ്പൊ ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, 60°C മുകളിലാവും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടിയിട്ട് ഇതിനകത്തുള്ള പാത്തജൻസിനെയൊക്കെ കില്ല് ചെയ്ത് ആ വേസ്റ്റ് എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഡീകമ്പോസ് ചെയ്യും. ഒരു 4-6 മാസത്തിനുള്ളിൽ ഇവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഡീകമ്പോസിഷൻ നടന്നിട്ട് അതെന്തായിട്ട് മാറും, നല്ലൊരു വളമാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ സാനിറ്ററി ലാൻഡ്ഫില്ലിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അണൈറോബിക് ഡൈജഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചത്. ഏതൊക്കെയാണ്, ബേണിംഗ് ഓർ ഇൻസിനറേഷൻ, പിന്നെ ഏത് പഠിച്ചു, ഡംപിങ് പഠിച്ചു. മൂന്നാമത്തത് സാനിറ്ററി ലാൻഡ്ഫിൽ ഓർ കൺട്രോൾഡ് ഡിപ്പിംഗ് പഠിച്ചു. 4ാമത്തെ മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ ആണ് കമ്പോസ്റ്റ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് കമ്പോസ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത്, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കമ്പൈൻഡ് ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ് ആൻഡ് നൈറ്റ് സോയിൽ. അതായത് നമ്മുടെ ഈ റെഫ്യൂസിനെയും അതുപോലെ തന്നെ നൈറ്റ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫീക്കസ് കളക്റ്റഡ് അറ്റ് നൈറ്റ് ഫ്രം സെസ്പൂൾസ്, അതായത് ഫീക്കസ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ്, അതിനെയാണ് നൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റെഫ്യൂസിനെയും നൈറ്റ് സോയിലിനെയും ഒരുമിച്ച് ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്, കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പോസ്റ്റിങ്ങും 2 ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാ, ബാംഗ്ലൂർ മെത്തേഡ്, അത് അണൈറോബിക് മെത്തേഡിൽ നടക്കുന്നതാണ്. രണ്ടാമത്തത് മെക്കാനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ എയറോബിക് മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡാണ് കമ്പോസ്റ്റിങ്ങിന് വരുന്നത്. ഓക്കെ, ഈ കമ്പോസ്റ്റിംഗ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അതിന്റെ 2 മെത്തേഡും കൂടി എഴുതി എന്താണ് കമ്പോസ്റ്റിംഗ് എന്ന് എഴുതാനായിട്ട് 5 മാർക്കിന് ചോദിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ മെത്തേഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേതാണ് ബാംഗ്ലൂർ മെത്തേഡ് അല്ലെങ്കിൽ ഹോട്ട് ഫെർമെന്റേഷൻ പ്രോസസ്. എന്ത് പറയും, ഹോട്ട് ഫെർമെന്റേഷൻ പ്രോസസ്. ഇത് നമ്മുടെ ഐക്കർ ഡെവലപ്പ് ചെയ്തൊരു പുതിയ സിസ്റ്റം ആണ്. ഇവിടെ എങ്ങനെയാ നടക്കുന്നത്, അനൈറോബിക് ഡൈജഷൻ ഓഫ് എന്താ നൈറ്റ് സോയിൽ ആൻഡ് റെഫ്യൂസ്.
ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 ഫീറ്റ് ഡെപ്തിലുള്ള കുഴിയെടുക്കും. ഓക്കെ, അതിന്റെ എന്താ എത്ര ബ്രോഡ്, എത്ര വലിപ്പം വേണം അതിന്, 5 to 8 ഫീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ നീളം എന്ന് പറയുന്നത് 15 to 30 ഫീറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതില് നമ്മള് ഏറ്റവും ബോട്ടത്തില്, ഈ കുഴിയുടെ ഏറ്റവും അടിയില് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഒഴിക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് ഏതാണ്, റെഫ്യൂസ് ആയിരിക്കും. അപ്പോ നമ്മുടെ ബാംഗ്ലൂർ മെത്തേഡിലെ കുഴിയെടുത്തു, കുഴിയുടെ ബോട്ടം ഏറ്റവും അടിയിൽ നമ്മൾ എന്ത് ചെയ്യും, 6 ഇഞ്ച് തിക്നെസ്സിൽ റെഫ്യൂസ് ഒരു ലെയർ ആയിട്ട് വെക്കും. ഇതിന്റെ മുകളില് ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ നമ്മൾ എന്ത് ഒഴിക്കും, നൈറ്റ് സോയിൽ സ്പ്രെഡ് ചെയ്യും. ഓക്കെ ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, 6 ഇഞ്ച് തിക്നെസ്സിൽ റെഫ്യൂസ്, 2 ഇഞ്ച് തിക്നെസ്സിൽ നൈറ്റ് സോയിൽ, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലെയർ ആയിട്ട് എന്ത് ചെയ്യും, എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെയർ ലെയർ ആയിട്ട് എന്തൊക്കെ, റെഫ്യൂസും നൈറ്റ് സോയിലും കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏറ്റവും ബോട്ടത്തിൽ എന്തായിരിക്കും വരേണ്ടത്, റെഫ്യൂസും. ഏറ്റവും ടോപ്പ് ലെയറിലും എന്ത് വേണം വരാൻ, റെഫ്യൂസ്. ഓക്കെ, ഏറ്റവും ബോട്ടത്തിൽ അത് 6 ഇഞ്ച് തിക്നെസ്സിലായിരുന്നെങ്കിൽ ഏറ്റവും മുകളിൽ 9 ഇഞ്ച് തിക്നെസ്സിൽ വേണം ടോപ്പ് ലെയറിൽ റെഫ്യൂസ് വരാനായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മണ്ണ് വെച്ച് കവർ ചെയ്യും. ഓക്കെ, അങ്ങനെ കവർ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്കും 60°C മുകളിൽ അവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് അണേറോബിക് ബാക്ടീരിയ, ഇവിടെ എന്തില്ല, മണ്ണ് വെച്ച് നമ്മൾ കവർ ചെയ്തു, എന്ത് കിട്ടുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെയും അണേറോബിക് ബാക്ടീരിയ ഇതിന്റെ അകത്ത് ആക്ട് ചെയ്യും. ഓക്കെ, ആക്ട് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കും, ഡീകമ്പോസിഷൻ നടക്കും. അങ്ങനെ ഒരു 4-6 മാസത്തിനുള്ളിൽ എന്ത്, ഡീകമ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓർഡർലെസ്, അതായത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ലൊരു എന്ത് കിട്ടും, വളം കിട്ടും. ഓക്കെ, ഈ വളം നമുക്ക് ലാൻഡിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ബാംഗ്ലൂർ മെത്തേഡ്. ഇതിന്റെ വേറൊരു പേരാണ് ഹോട്ട് ഫെർമെന്റേഷൻ പ്രോസസ്. ഇതൊരു അണേറോബിക് മെത്തേഡ് ആണ്. നമ്മൾ ലെയർ ആയിട്ട് റെഫ്യൂസും നൈറ്റ് സോയിലും കൂടെയാണ് ഇവിടെ ഇടുന്നത്. ഫസ്റ്റ് ലെയർ റെഫ്യൂസ്, പിന്നെ നൈറ്റ് സോയിൽ, ഏറ്റവും ലാസ്റ്റ് ടോപ്പിലുള്ള ലെയറും റെഫ്യൂസ് ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ടൈപ്പ് കമ്പോസ്റ്റിംഗ് ആണ് മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു ഇടയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ കിട്ടുന്ന റെഫ്യൂസിൽ റാക്സ്, ചാക്കുകള്, ബോൺസ്, എല്ല്, അതുപോലെ തന്നെ മെറ്റൽ പീസ്, ഗ്ലാസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ കിട്ടുന്ന റിഫ്യൂസിന് ഇതിനെയൊക്കെ എന്ത് ചെയ്യും, എടുത്തു മാറ്റും. ഇങ്ങനെയുള്ള മെറ്റീരിയലിനെ നമ്മൾ എടുത്തു മാറ്റും. ഓക്കെ, എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു റിഫ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പൾവറൈസിങ് എക്യുപ്മെന്റ്, പൾവറൈസ് ചെയ്യാന്ന് വെച്ചാൽ പൊടിക്കുക. ഓക്കെ, ഈ റെഫ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, പൊടിച്ചെടുക്കും. പൊടിച്ച് ആ റെഫ്യൂസിന്റെ സൈസ് 2 ഇഞ്ചിൽ താഴെയാക്കി നമ്മൾ എടുക്കും. ഓക്കെ, ആ റെഫ്യൂസിന്റെ സൈസ് 2 ഇഞ്ച് താഴെയാക്കി നമ്മൾ പൊടിച്ചെടുക്കും. എന്നിട്ട് ഈ പൊടിച്ചെടുത്ത റെഫ്യൂസിനെ നമ്മൾ സീവേജ് അല്ലെങ്കിൽ നൈറ്റ് സോയിലുമായിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. നൈറ്റ് സോയിൽ എന്ന് പറയുന്നത് എന്താ, ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം. അത് എന്തുമായിട്ട്, ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഓക്കെ, നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ വെള്ളം ഉപയോഗിച്ച്, ഓക്കെ, ഒരു റൊട്ടേറ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും, കുഴച്ച് ഇൻക്യുബേറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനും ഏകദേശം ഒരു 4 മുതൽ 6 ആഴ്ച എടുക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മണ്ണ് വെച്ചൊന്നും മൂടുന്നില്ല. ഇവിടെ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്, എയറോബിക് ഡൈജഷൻ ആണ് നടക്കുന്നത്. ഇനി ഈ പറയുന്ന സിറ്റീസിന്റെ ഒക്കെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. Government of India is considering the installation of mechanical composting plant in selected cities such as Nagpur, Chennai, Delhi, Mumbai, Pune, Allahabad, Hyderabad, Lucknow and Kanpur. ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് പ്ലാന്റ് എന്ത് ചെയ്യാൻ, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റെഫ്യൂസും നൈറ്റ് സോയിലും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് കമ്പോസ്റ്റിംഗ്. 2 മെത്തേഡ് ഉണ്ട്, ബാംഗ്ലൂർ മെത്തേഡും മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗും. ബാംഗ്ലൂർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹോട്ട് ഫെർമെന്റേഷൻ പ്രോസസ്, അത് അണേറോബിക് ആണ്. മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് എയറോബിക് ആണ്. ഇത്ര. ഇനി അടുത്ത മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ ആണ് മാനുവൽ പിറ്റ്. മാനുവൽ പിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വളക്കുഴി. ഓക്കെ, വളക്കുഴി മെത്തേഡ്. ഇത് സാധാരണ എവിടെയായിരിക്കും, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മെത്തേഡാണ് മാനുവൽ പിറ്റ് എന്ന് പറയുന്നത്.
അതായത് നമ്മള് റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യും, ഒന്നോ രണ്ടോ കുഴി കുഴിച്ചിട്ട് നമ്മുടെ ഗാർബേജ്, വീട്ടിൽ നിന്നുള്ള പച്ചക്കറി അങ്ങനെയൊക്കെയുള്ള വേസ്റ്റ്, കാറ്റിൽ ഡങ്, ചാണകം, അതുപോലെ തന്നെ സ്ട്രോ, വൈറ്റ് കോൾ, മറ്റ് ലീവ്സ്, ഇലകള്, ഇതെല്ലാം കൂടെ നമ്മളൊരു കുഴിയിൽ എന്ത് ചെയ്യും, ഇട്ട് വെക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന് മണ്ണ് വെച്ച് കവർ ചെയ്യും. ഒരു 5-6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഈ റെഫ്യൂസ് എന്തായിട്ട് മാറും, വളമായിട്ട് മാറും. മണ്ണ് വെച്ച് മൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, അനേറോബിക് ഡൈജഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന മാനുവർ ഇവർക്ക് എന്തിനും യൂസ് ചെയ്യാൻ പറ്റും, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ മാനുവർ പിറ്റ്, വളർത്തി. ഓക്കെ, ഇനി ഇനി നമ്മുടെ റെഫ്യൂസ് ഏറ്റവും ലാസ്റ്റ് മെത്തേഡാണ് ബറിയിങ്. ബറിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്യാമ്പുകൾക്ക് യൂസ് ചെയ്യുന്ന റെഫ്യൂസ് ഡിസ്പോസൽ മെത്തേഡ് ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും, 1 മാർക്കിന് ചോദിക്കും. അപ്പൊ ഏതാണ് അതിന്റെ ഓക്കെ. അപ്പോ ബറിയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്മോൾ ക്യാമ്പുകൾക്ക്, അതായത് നമ്മൾ ചെറിയ ചെറിയ ക്യാമ്പ്, അതുപോലെ തന്നെ ട്രിപ്പിനൊക്കെ പോകത്തില്ലേ, ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന റെഫ്യൂസ് വേസ്റ്റ് ആണ്. അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ബറിയിങ്. ഓക്കെ, അപ്പൊ സ്മോൾ ക്യാമ്പുകൾക്ക് യൂസ് ചെയ്യുന്ന റെഫ്യൂസ് ഡിസ്പോസൽ മെത്തേഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തെന്ന് എഴുതണം, ബറിയിങ് എന്ന് എഴുതണം. ഓക്കെ, ഇനി a trench 1.5 meter wide and 2 meter deep is excavated, and the end of each day the refuse is covered with 20 to 30 centimeter earth. Okay, ഇപ്പൊ 2 മീറ്റർ താഴ്ചയിലും അതുപോലെ തന്നെ 1.5 മീറ്റർ വിത്തിലുള്ള ഒരു കുഴി കുഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ റെഫ്യൂസ് എന്ത് ചെയ്യും, ഇടും. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരു 20 to 30 സെന്റിമീറ്റർ തിക്നെസ്സിൽ എർത്ത് വെച്ച് കവർ ചെയ്യും. ഓക്കെ, when the level of the trench is 40 centimeter from the ground level, it is filled with earth. After 4 to 6 months, it can be used for cultivation as an annual. Okay, ഇവിടെയും മണ്ണ് വെച്ച് മൂടുന്നതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് എന്തായിരിക്കും, അണേറോബിക് ഡൈജഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അണേറോബിക് ഡൈജഷൻ നടക്കുന്ന എല്ലാത്തിലും ഒരു 4 മുതൽ 6 മാസം എടുക്കും അതെന്തായിട്ട് മാറാനായിട്ട്, നല്ലൊരു വളമായിട്ട് മാറാനായിട്ട്. ഈ വളവും നമുക്ക് എന്ത് ചെയ്യാം, കൾട്ടിവേഷനും മറ്റ് പർപ്പസുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഫ്യൂസ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 15 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റെഫ്യൂസ് എന്നുള്ളത് എഴുതുക. അത് എന്തൊക്കെയുണ്ട്, ഗാർബേജ് ഉണ്ട്, ലിറ്റർ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ എന്താണ് റെഫ്യൂസ് കൊണ്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഹസാർഡ്സ് എന്തൊക്കെയാണ്, ഒരു 4 എണ്ണം എഴുതിയാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം, 3 സ്റ്റെപ്പ് എന്തൊക്കെയാ, കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ്. അതിൽ കളക്ഷൻ എന്താണെന്ന് എഴുതുക, സോറി, അതിൽ സ്റ്റോറേജ്, ഫസ്റ്റ് സ്റ്റോറേജ് എന്താണെന്ന് എഴുതുക, കളക്ഷൻ എന്താണെന്ന് എഴുതുക. അത് നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവേണ്ടുന്നത് ഏതാ, ഡിസ്പോസൽ ഓഫ് റെഫ്യൂസ്. അത് ഇത്രയും മെത്തേഡ്സ് ഉണ്ട്, ഒരു 7 മെത്തേഡോളം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ അതിന്റെ ഡെപ്തും വിത്തും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ നോക്കുക, കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യനും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, RCA ലാട്രിൻ. ഓക്കെ, RCA ലാട്രിൻ. അപ്പൊ RCA ലാട്രിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ എന്തൊക്കെയുണ്ട്. ഒരു പൈപ്പ് കണക്ഷൻ കാണാം, ഒരു വാട്ടർ ഫീൽ കാണാം, ഫാൻ കാണാം. ഓക്കെ, ഇതാണ് ഒരു RCA ലാട്രിന്റെ ഒരു ഡയഗ്രമാറ്റിക് പിക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കൂടി ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഒന്നേന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാ, RCA ലാട്രിൻ. ഓക്കെ, RCA ലാട്രിൻ ആണ്. അപ്പൊ RCA ലാട്രിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വരയ്ക്കാനും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്, RCA ലാട്രിൻ. ഓക്കെ, അപ്പൊ RCAയുടെ ഫുൾ ഫോം അറിയാലോ അല്ലേ, റിസർച്ച് കം ആക്ഷൻ. അതാണ് RCAയുടെ ഫുൾ ഫോം. അത് പഠിച്ചു വെക്കണം, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും, റിസർച്ച് കം ആക്ഷൻ. ഓക്കെ, ഇതെന്താണ് RCA ലാട്രിൻ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയൂലേ. ഇതെന്താണ്, ഒരു വാട്ടർ സീൽ ടൈപ്പ് ഓഫ് ലാട്രിൻ ആണ്. ഓക്കെ, വാട്ടർ സീൽ ഉള്ള ഒരു സാനിറ്ററി ലാട്രിൻ ആണ്. ഓക്കെ,
ഇതൊരു സാനിറ്ററി ലാട്രിൻ ആണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ. അപ്പോ നമുക്ക് നമ്മൾ വാട്ടറിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വാട്ടർ സോഴ്സും ഒരു ലാട്രിനും തമ്മിൽ അറ്റ്ലീസ്റ്റ് എത്ര മീറ്റർ ഡിസ്റ്റൻസ് വേണം? 15 മീറ്റർ അല്ലെങ്കിൽ 50 ഫീറ്റ് ഡിസ്റ്റൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു വാട്ടർ സോഴ്സിൽ നിന്ന് ഒരു ലോവർ എലിവേഷനിലായിരിക്കണം എന്ത് സ്ഥിതി ചെയ്യേണ്ടുന്നത്? ഒരു ലാട്രിൻ സ്ഥിതി ചെയ്യേണ്ടുന്നത്. എപ്പോഴും കിണർ വെക്കുമ്പോൾ മുകളിലും ലാട്രിൻ വെക്കുമ്പോൾ താഴെ ആയിരിക്കണം. അപ്പൊ അതാണ് ഇതിന്റെ ലൊക്കേഷനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത് RCA ലാട്രിനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്കോട്ടിംഗ് പ്ലേറ്റ്. ഓക്കെ, സ്കോട്ടിംഗ് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓഫ് ആൻ ഇംപെർവിയസ് മെറ്റീരിയൽ. അതായത് ഇതൊരു ഇംപെർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് വെള്ളമൊക്കെ ഊർന്നു പോകുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ളത്? സ്കോട്ടിംഗ് പ്ലേറ്റ് നിർമ്മിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്യാനും അത് ഡ്രൈ ചെയ്യാനും പറ്റണം. ഇപ്പൊ സ്കോട്ടിംഗ് പ്ലേറ്റ് നമ്മൾ ഉണക്കി വെച്ചില്ല എങ്കിൽ എന്ത് പറ്റും? അവിടെ ഹുക്ക് വേം വളർന്ന് ഹുക്ക് വേം ഇൻഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ട് വേണം നിർമ്മിക്കാൻ. ഇതിന്റെ ഒരു ഡയമെൻഷനും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. 90 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് 5 സെന്റിമീറ്റർ തിക്നെസ് അറ്റ് ദി ഔട്ടർ എഡ്ജ്. ഓക്കെ, അതിന്റെ പുറമേ ഉള്ള ആ ഒരു സൈഡിന്റെ ഒരു മെഷർമെന്റ് ആണ് അവർ പറയുന്നത്. 90 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം, 5 സെന്റിമീറ്റർ തിക്നെസ്സും അതിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദർ ഈസ് എ സ്ലോപ്പ് ഹാഫ് ഇഞ്ച് ടുവേർഡ്സ് ദ പാൻ. പാൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ നമ്മളിനി പഠിക്കും, അതായത് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് എക്സ്ക്രീറ്റയും യൂറിനൊക്കെ ചെന്ന് വീഴുന്ന ആ പാത്രം കണക്കിരിക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാൻ എന്ന് പറയുന്നത്. അപ്പോ ഈ സ്കോട്ടിംഗ് പ്ലേറ്റ് പാനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ചരിവുള്ളതായിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്തിനു സഹായിക്കും? വാട്ടറും മറ്റുമൊക്കെ ഇതിൽ ഡ്രെയിൻ ചെയ്ത് ഇങ്ങനെ ഒഴുകി പോകുന്നതിന് അതെന്ത് ചെയ്യും? സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത അതിലെ പാർട്ട് എന്ന് പറയുന്നത് പാൻ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെഷർമെന്റ് ഇല്ലേ, അതായത് സ്കോട്ടിംഗ് പ്ലേറ്റിന്റെ മെഷർമെന്റ് ഇവിടെ ഒന്നുകൂടെ എടുത്തു പറയുന്നുണ്ട്. എ സർക്കുലർ സ്കോട്ടിംഗ് പ്ലേറ്റ് ഓഫ് 90 സെന്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് ഓഫ് 5 സെന്റിമീറ്റർ യൂണിഫോം തിക്നെസ് ഹാസ് ഓൾസോ ബീൻ ഫൗണ്ട് സാറ്റിസ്ഫാക്ടറി. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ആ മെഷർമെന്റ് പഠിച്ചു വെക്കണം. ഓക്കെ, സ്കോട്ടിംഗ് പ്ലേറ്റ് ഓഫ് RCA ലാട്രിന്റെ മെഷർമെന്റ്. ഓക്കെ, ഇനി നമുക്ക് ആൾക്കാരുടെ യൂസിന്റെ അതായത് ആൾക്കാരുടെ ഉപയോഗപ്രദം അനുസരിച്ച് നമുക്ക് റൈസ് ചെയ്ത, അതായത് ഉയർന്ന ഫുഡ് റെസ്റ്റ് വേണമെങ്കിലും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, ടോയ്ലറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഇരിക്കുന്ന ആ ടോയ്ലറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്? കാല് ചവിട്ടാനായിട്ട് ഫുഡ് റെസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചെന്താണ്? ഉയർന്നായിരിക്കും ഇരിക്കുന്നത്. അതിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കോട്ടിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കോട്ടിംഗ് പ്ലേറ്റ് ഇത്രയേ ഉള്ളൂ. 90 സെന്റിമീറ്റർ വേണം, അതിന്റെ ഡയാമീറ്റർ 5 സെന്റിമീറ്റർ യൂണിഫോം തിക്നെസ്സും ഉണ്ടായിരിക്കണം. പിന്നെ സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ട് വേണം അത് നിർമ്മിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് സ്കോട്ടിംഗ് പ്ലേറ്റ്. അതിൽ നമുക്ക് വേണമെങ്കിൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു റൈസ്ഡ് ഫുഡ് റെസ്റ്റ് കൂടി അതിൽ വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അതിലെ മൂന്നാമത്തെ പാർട്ടാണ് പാൻ എന്ന് പറയുന്നത്. പാൻ റിസീവ്സ് ദ നൈറ്റ് സോയിൽ, യൂറിൻ ആൻഡ് വാഷ് വാട്ടർ. നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ നമ്മുടെ ഫീക്കസും യൂറിനും വാഷ് വാട്ടർ ഒക്കെ വന്ന് വീഴുന്ന ആ സ്ഥലം, അതാണ് എന്തെന്ന് പറയുന്നത്? പാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ലെങ്ത് എത്ര വേണം? 42.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 17 ഇഞ്ച് ലെങ്ത് ഈ പാനിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പാനിന്റെ ഫ്രണ്ട് പോർഷന്റെ വിത്ത് എന്ന് പറയുന്നത് മിനിമം 12.5 സെന്റിമീറ്ററും, ഇനി ഇതിന്റെ ബാക്ക് പോർഷൻ വൈഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ആയിരിക്കും. അതിന്റെ വിത്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ഈ പാനിന് ഒരു യൂണിഫോം സ്ലോപ്പ്, ചരിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ പാൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്മൂത്ത് ഫിനിഷ് ഉള്ള കാര്യമായിരിക്കണം എന്തെന്ന് പറയുന്നത്? പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പാനിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടിന്റെ RCA ലാട്രിൻ എന്ന് പറയുന്നതാണ് അതിന്റെ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി എന്താണ്? ഒരു ബെൻഡ് പൈപ്പാ. നമ്മൾ ഈ ഒരു പിക്ചറിൽ കണ്ടില്ലേ, ആ വളഞ്ഞിരിക്കുന്ന ആ ഒരു പൈപ്പാണ് എന്തെന്ന് പറയുന്നത്? ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് എന്താ കുറച്ച് വളഞ്ഞിരിക്കുന്ന ഒരു പൈപ്പാണ്. ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 7.5 സെന്റിമീറ്റർ ആണ്. ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രാപ്പിനകത്താണ് നമ്മുടെ വാട്ടർ എന്ത് ചെയ്യുന്നത്? വെള്ളം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ട്രാപ്പിനകത്താണ്. ഇതാണ് നമുക്ക് ആവശ്യാനുസരണമുള്ള വാട്ടർ സീൽ നൽകുന്നത്. വാട്ടർ സീൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് സാനിറ്ററി ലാട്രിൻസില് പുറമേ നിന്നുള്ള ഫ്ലൈസും മറ്റു റോഡൻസും ഒന്നും ഈ ഫീക്കസിൽ എത്തിപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഒരു വാട്ടർ കൊണ്ട് ആ ലാട്രിനെ എന്ത് ചെയ്യും? സീൽ ചെയ്തു. സീൽ ചെയ്യാന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്യും? ഒളിപ്പിച്ചു വെക്കും. ഓക്കെ, ഫീക്കസിനെ ഒളിപ്പിച്ചു വെക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ സീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വാട്ടർ സീൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്രാപ്പ് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ ദ കോൺകേവ് അപ്പർ സർഫസ് ഓഫ് ദി ട്രാപ്പ്. അതായത് ഈ ട്രാപ്പില് വെള്ളമുള്ള ഭാഗം മുതല് ഈ ട്രാപ്പിന്റെ അപ്പർ സർഫസിലുള്ള ഒരു കോൺകേവ് പാർട്ട് ഉണ്ട്, അതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ സീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ദ ഡെപ്ത് ഓഫ് ദി വാട്ടർ സീൽ പ്രിവെന്റ്സ് ദ ആക്സസ് ബൈ ഫ്ലൈസ് ആൻഡ് സപ്രസസ് ദ ന്യൂയിസൻസ് ഫ്രം സ്മെൽ. അതായത് നമ്മൾ ഈ ഫീക്കസ് എന്ത് ചെയ്യും? പാൻ വഴി ഇവിടെ വാട്ടർ സീലും കടന്ന് എങ്ങോട്ടേക്ക് പോകും? കണക്റ്റിംഗ് പൈപ്പ് വഴി ഒരു കുഴിയിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാട്രിൻസ് പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ലാട്രിൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെയൊക്കെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ഫ്ലൈസും മറ്റുമൊക്കെ അതിൽ അക്സസബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ടർ സീൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്ത് കൊണ്ട് വന്നത്. ഓക്കെ, അപ്പൊ അതാണ് ട്രാപ്പ്. ഇനി എന്തുണ്ട്? ഒരു കണക്റ്റിംഗ് പൈപ്പ് ഉണ്ട്. അതായത് ഈ ട്രാപ്പിന്ന് എന്താണ് നമ്മുടെ കുഴിയിലോട്ട് ഈ ഫീക്കസും യൂറിനും വെള്ളമൊക്കെ ചെന്ന് വീഴുന്ന എന്തുണ്ട്? ഒരു കുഴിയുണ്ട്. ഓക്കെ, ആ കുഴിയിലോട്ട് ഈ ട്രാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പൈപ്പാണ്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണക്റ്റിംഗ് പൈപ്പ്. ഇതിന് 7.5 സെന്റിമീറ്റർ ഡയമീറ്ററും 1 മീറ്റർ ലെങ്തും കാണും. ഓക്കെ, ഈ കണക്റ്റിംഗ് പൈപ്പ് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻഡയറക്റ്റ് ടൈപ്പ് ഓഫ് കണക്റ്റിംഗ് പൈപ്പും ഡയറക്റ്റ് ടൈപ്പ്. ഇൻഡയറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു സ്ക്വാട്ടിംഗ് പ്ലേറ്റും ട്രാപ്പ് വരുന്ന ഒരു റൂം പോലത്തെ സാധനം ഒരു സ്ഥലത്തും ഈ കുഴി വേറൊരു സ്ഥലത്തും, അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്റ്റിംഗ് പൈപ്പിന്റെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ലാട്രിൻസ് ആണ് ഇൻഡയറക്റ്റ് ടൈപ്പ് ഓഫ് ലാട്രിൻസ്. ഡയറക്റ്റ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴി എന്ന് പറയുന്നത് ആ ലാട്രിന്റെ തൊട്ട് താഴെ ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീമെറിറ്റ് എന്തുമായിരിക്കും? നമ്മൾ ഈ സിറ്റിയിലൊക്കെ സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ലാട്രിൻസ്, RCA ലാട്രിൻ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. അവർക്ക് എന്തില്ല? ലാൻഡ് ഇല്ല. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഈ ഒരു കുഴി നിറഞ്ഞു, ഓക്കെ, എങ്കിൽ അവർക്ക് ആ ഒരു ടോയ്ലറ്റോട് കൂടി എന്ത് ചെയ്യേണ്ടി വരും? പൊളിക്കേണ്ടി വരും. എന്നാൽ ഇൻഡയറക്റ്റ് ടൈപ്പിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കണക്റ്റിംഗ് പൈപ്പിന്റെ ആ കുഴി നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്റ്റിംഗ് പൈപ്പിന്റെ ആ ഒരു ദിശ ഒന്ന് മാറ്റി കൊടുത്ത് വേറൊരു കുഴി എന്ത് ചെയ്താൽ മതി? കുഴിച്ചാൽ മതി. അവിടെ ആ ഒരു ടോയ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടുന്ന ആവശ്യകതയില്ല, ഡിസ്ട്രക്ട് ചെയ്യേണ്ടുന്ന ആവശ്യകത വരുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടൈപ്പ് ഓഫ് കണക്റ്റിംഗ് പൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി RCA ലാട്രിന്റെ അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു ഡക്ക് വെൽ, കുഴി, ഈ ഫീക്കസും മറ്റും ചെന്ന് വീഴുന്ന ആ ഒരു കുഴി. ഓക്കെ, അത് സാധാരണ 75 സെന്റിമീറ്റർ ഡയാമീറ്റർ ഉണ്ടായിരിക്കണം, 3 to 3.5 മീറ്റർ ഡെപ്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഡക്ക് വെൽ എന്ന് പറയുന്നത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ്? ഒരു കോൺക്രീറ്റ് സ്ലാബോ മറ്റോ ഒക്കെ വെച്ചിട്ട് ഇത് എന്ത് ചെയ്തിരിക്കണം? കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് പറയുന്ന ഒന്നാണ് സൂപ്പർ സ്ട്രക്ചർ. അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം? ഈ ലാട്രിൻസ് നിർമ്മിക്കാം. നമ്മുടെ കൺവീനിയൻസിനും മറ്റൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തില് ചില ഇഷ്ടിക ഉണ്ട്, അല്ലെങ്കിൽ ചിലൊരു മണ്ണും ഉണ്ട്, അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ലാട്രിന്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ കെട്ടിടം പോലത്തെ സ്ട്രക്ചർ, അതാണ് RCA ലാട്രിന്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രൈവസിക്കൊക്കെ അനുസരിച്ച് അത് നിർമ്മിക്കാം. ഓക്കെ ഓക്കെ, പിന്നെ അവർ പറയുന്നത് RCA ലാട്രിന്റെ മെയിൻ്റനൻസ് ആണ്. അപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ നല്ല ടോയ്ലറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു, അത് മെയിൻറ്റെയിൻ ചെയ്തതിൽ എന്ത് തന്നെയാണ്? അത് നമ്മുടെ ഒരു
ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഫീക്കസും യൂറിനൊക്കെ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ എന്ത് ചെയ്യും വേണം, വെള്ളം ഒഴിച്ച് അവിടെ കിടന്നാൽ മാത്രം പോരാ, അതിനെ ഡ്രൈ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അവിടെ എന്ത് വരും, ഹുക്ക് വേം ഇൻഫെസ്റ്റേഷൻസിന്റെയൊക്കെ ചാൻസ്. ഇതാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ RCA ലാട്രൻ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന്റെ ഒരു പാർട്ട് ആയിട്ടും ചോദിക്കാം. പഠിക്കുമ്പോൾ ആ ഒരു പിക്ചറും കൂടെ വരച്ച് പഠിക്കാം. ഓക്കെ, എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പിന്നെ അതിന്റെ ഫുൾ ഫോം റിസർച്ച് കം ആക്ഷൻ അതുകൂടി പഠിച്ചു വെക്കാം. ഓക്കെ.